അടിമാലി കോനാട്ട് പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ കെ.പി. സുഭാഷ് ചന്ദ്രൻ രചിച്ച ചൊക്രമുടി എന്ന പുസ്തകം ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാം പതിപ്പിലേക്ക്. രണ്ടാം പതിപ്പിന്റെ പ്രകാശനം അടിമാലി മീഡിയാനെറ്റ് ചാനലിൽ നടന്നു. പ്രശസ്ത സാഹിത്യകാരൻ ജോസ് കോനാട്ട്, പൊതുപ്രവർത്തകൻ സിനോജ് അടിമാലിക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. ഭൂമി കയ്യേറ്റങ്ങൾ കൊണ്ട് കുപ്രസിദ്ധി നേടിയ മലനിരകളാണ് ഇടുക്കിയിലെ ചൊക്രമുടി. എന്നാൽ ചൊക്രമുടിക്ക് മറ്റൊരു കഥയുണ്ട്, ചരിത്രമുണ്ട്, ജൈവസമ്പത്തിന്റെ പ്രൗഢിയുണ്ട്. ഈ സവിശേഷതകളെല്ലാം കോർത്തിണക്കി ചൊക്രമുടി എന്ന പുസ്തകം പുറത്തിറക്കിയിരിക്കുകയാണ് സാഹിത്യകാരനായ കെ.പി. സുഭാഷ് ചന്ദ്രൻ. ചൊക്രമുടി എന്ന പുസ്തകം പുറത്തിറങ്ങി ദിവസങ്ങൾക്കുള്ളിലാണ് രണ്ടാം പതിപ്പിലേക്ക് കടന്നത്. മൂന്നാറിലെ ഏറ്റവും മനോഹരമായ മലനിരകളാണ് ചൊക്രമുടി. അതീവ പ്രാധാന്യമുള്ള ജൈവസമ്പന്ന മേഖല, നീലക്കുറിഞ്ഞി പൂവിടുന്ന വരയാടുകൾ വിഹരിക്കുന്ന ഭൂമിക, കയ്യേറ്റങ്ങൾ കൊണ്ട് വിവാദം സൃഷ്ടിച്ച ഒരു ജൈവ ആവാസ പ്രദേശത്തിന്റെ ചരിത്രം ജനങ്ങളിലേക്കെത്തിക്കാനാണ് ചൊക്രമുടിക്ക് സമീപത്ത് താമസിക്കുന്ന സുഭാഷ് ചന്ദ്രൻ ചൊക്രമുടി എന്ന പുസ്തകം പുറത്തിറക്കിയത്. അടിമാലി കോനാട്ട് പബ്ലിക്കേഷൻസ് പ്രസാധനം ചെയ്ത പുസ്തകം പുറത്തിറങ്ങി ദിവസങ്ങൾക്കുള്ളിലാണ് രണ്ടാം പതിപ്പിലേക്ക് എത്തുന്നത്. ചൊക്രമുടി രണ്ടാം പതിപ്പിന്റെ പ്രകാശന കർമ്മം അടിമാലി കേരള വിഷൻ മീഡിയാനെറ്റ് സ്റ്റുഡിയോയിൽ നടന്നു. പ്രസാധകൻ സത്യൻ കോനാട്ട് സ്വാഗതം ആശംസിച്ച് സംസാരിച്ചു. ചൊക്രമുടി ഏതാണ്ട് ആ പ്രദേശം പോലെ തന്നെ അത് വിവാദ ഭൂമിയായി മാറിയിരിക്കുന്നു കേരളത്തിൽ. ചൊക്രമുടിയെപ്പറ്റി കെ.പി. സുഭാഷ് ചന്ദ്രൻ എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് ചൊക്രമുടി തന്നെ. മലയാള കവിതാശാഖയിൽ പ്രത്യേക ഡയമെൻഷൻ സംഭാവന നൽകിയ കവിയും മാധ്യമപ്രവർത്തകനുമായ അക്ബർ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചു. ആനമുടിയോളം തന്നെ പ്രാധാന്യമുള്ള ജൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ് ചൊക്രമുടി എന്നാണ് കെ.പി. സുഭാഷ് ചന്ദ്രൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ പലപ്പോഴും എഴുതിയിട്ട് അതാണ് ഈ പുസ്തകവുമായത്. അദ്ദേഹത്തിൻ്റെ വിശദമായ പഠനമാണിത്. ഇതിനു മുമ്പ് തന്നെ ഇടമലക്കുടിയെക്കുറിച്ചും അദ്ദേഹം വിശദമായ ഒരു പുസ്തകം തയ്യാറാക്കിയിരുന്നു. ചൊക്രമുടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ വിവാദങ്ങൾ കൊണ്ട് കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതി സമ്പന്നമായ സ്ഥലങ്ങൾ സംരക്ഷിക്കുകയും ജനവാസ മേഖലകൾ സംരക്ഷിക്കുകയും വേണ്ടത് സർക്കാരിൻ്റെ കൂടി കടമയാണ്. എഴുത്തുകാരനും പ്രഭാഷകനുമായ ജോസ് കോനാട്ട്, പൊതുപ്രവർത്തകനായ സിനോജ് അടിമാലിക്ക് നൽകി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. കെ.പി. സുഭാഷ് ചന്ദ്രൻ്റെ ചൊക്രമുടി എന്ന് പറയുന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു പ്രദേശം എന്നതിലുപരി നിലവിലുള്ള മുഴുവൻ നിയമവ്യവസ്ഥകളെയും നഗ്നമായി ലംഘിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കയ്യേറ്റത്തിൻ്റെ കഥ അനാവരണം ചെയ്യുന്ന കൃതിയും കൂടിയാണ് ഈ കൃതി. തീർച്ചയായിട്ടും ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം പ്രിയപ്പെട്ട കവി അക്ബർജി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ പുസ്തകം പ്രിയപ്പെട്ട സുഹൃത്ത് സിനോജിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നതിലുള്ള ഹൃദ്യമായ സന്തോഷം അറിയിച്ചു. ജൈവ സമ്പന്നമായ കാർഷിക സമ്പന്നമായ ഒരു ഗ്രാമമാണ് ബൈസൺ വാലി. ബ്രിട്ടീഷുകാരാണ് ബൈസൺ വാലി എന്ന പേര് നൽകിയത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ആ മലയെ, ആ മുടിയെ, ആ ദക്ഷിണേന്ത്യയിൽ തന്നെ രണ്ടാമത്തെ ഉയർന്ന മുടിയെ തകർക്കാനുള്ള ഈ റിസോർട്ട് മാഫിയുടെ ശ്രമം നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന് സൂചിപ്പിക്കുന്നു. സുഭാഷ് സാർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ തൂലിക നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടി, നമ്മുടെ ഇടുക്കിക്ക് വേണ്ടി ഇനിയും ചലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയുടെ ചരിത്ര പുസ്തകവും ഇടുക്കിയുടെ 50-ാം വാർഷികത്തിൽ ഇടുക്കിയുടെ ഇന്നലകൾ എന്ന പുസ്തകവും സുഭാഷ് ചന്ദ്രൻ രചിച്ചിട്ടുണ്ട്. ചൊക്രമുടിയുടെ വീണ്ടെടുക്കലിനായി നാടൊന്നടങ്കം സമരരംഗത്ത് തുടരുമ്പോഴാണ് നാടിന്റെ കഥ പറയുന്ന പുസ്തകം ചർച്ചയാവുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.